കാൻഡിഡേറ്റിൻ്റെ പ്രസൻസ് ഇല്ലാതെ കേരളത്തിലെ നോർക്കയിൽ നിന്ന് നമുക്ക് എങ്ങനെ HRD ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിൽ ഫസ്റ്റ് കാണുന്ന സൈറ്റാണ് നോർക്ക ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ളത്. അത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പേജിലാണ് എത്തിയത്. ഇനി നിങ്ങൾ യൂസർ ഐഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത് സൈറ്റിനുള്ളിലേക്ക് കയറുക. സൈൻ ഇൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. അതിൽ ലെഫ്റ്റ് സൈഡ് കുറേ ഓപ്ഷൻസ് കണ്ടില്ലേ, അതിൽ അറ്റസ്റ്റേഷൻ ക്ലിക്ക് ചെയ്യുക. ഈ പേജിൽ നമ്മൾ ഗോ ടു ദി ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജിൽ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്, എഡ്യൂക്കേഷൻ ആൻഡ് നോൺ എഡ്യൂക്കേഷൻ. ഞാൻ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റാണ് HRD ചെയ്യുന്നത്, അതുകൊണ്ട് എഡ്യൂക്കേഷൻ ക്ലിക്ക് ചെയ്തു. അടുത്ത പേജിൽ ഇൻസ്ട്രക്ഷൻസ് ആണ്, അതിൽ നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ ഫോമാണ് കാണുന്നത്. അതിൽ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും അപ്ലോഡ് ചെയ്യുക. ഈ പേജിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അടുത്ത പേജിൽ പെർമനൻ്റ് അഡ്രസ്സാണ്. അത് സെയിം തന്നെയാണെങ്കിൽ ടിക്ക് ചെയ്താൽ മതി. ഞാൻ ഇതിൽ ആ പേജ് കാണിക്കുന്നില്ല. ഈ പേജിൽ കോൺടാക്റ്റ് നമ്പറും മെയിൽ ID എൻ്റർ ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോകുക. ഇപ്പോൾ നമ്മൾ ജോബ് ഡീറ്റെയിൽസിൻ്റെ പേജിലെത്തി. അതിൽ പ്രസൻറ്റ് ജോബ് സെലക്ട് ചെയ്ത് സ്യൂട്ടബിളായിട്ടുള്ളത് കണ്ടെത്തുക. പിന്നീട് ആ പേജിൽ വരുന്ന കാര്യങ്ങൾ നിർബന്ധമല്ലെങ്കിലും ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് കൊടുത്ത് അടുത്ത പേജിലേക്ക് പോവുക. ഇപ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റിംഗ് ഫോർ അറ്റസ്റ്റേഷൻ എന്നുള്ള പേജിലാണ് എത്തിയത്. എനിക്ക് ഡിഗ്രിയാണ് HRD എംബസിയും ചെയ്യേണ്ടതെങ്കിലും ഞാൻ SLCയും +2 അതിനോടൊപ്പം HRD ചെയ്യുന്നു. അതുകൊണ്ട് SLCയും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം താഴെ പ്ലസ് കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ +2 ടൈപ്പ് ചെയ്യേണ്ട ഭാഗം വരുന്നു. +2ൻ്റെ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്ലസ്സിലേക്ക് ക്ലിക്ക് ചെയ്താൽ അടുത്ത ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് കൊടുക്കാനും അതിനുള്ള പേജും വരുന്നു. HRD അറ്റസ്റ്റേഷൻ നമ്പർ നിർബന്ധമില്ല, കാരണം നമ്മൾ HRD ചെയ്തതിന് ശേഷമേ നമുക്ക് HRDയുടെ നമ്പർ കിട്ടുകയുള്ളൂ. UAE എംബസി ചെയ്യുമ്പോൾ HRD അറ്റസ്റ്റേഷൻ നമ്പർ കൊടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ സർട്ടിഫിക്കറ്റിലെ രജിസ്റ്റർ നമ്പർ കൊടുത്താലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇപ്പോൾ നമ്മൾ അറ്റസ്റ്റേഷൻ ടോക്കൺ എന്നുള്ള പേജിലേക്കാണ് എത്തിയത്. അതിൽ ഫസ്റ്റ് അറ്റസ്റ്റേഷൻ ഓഫീസാണ് സെലക്ട് ചെയ്യേണ്ടത്. 3 ഓഫീസാണ് കേരളത്തിലുള്ളത്, ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട്. അത് നിങ്ങൾക്ക് ഏതാണ് സൗകര്യം എന്ന് വെച്ചാൽ ആ ഓഫീസ് സെലക്ട് ചെയ്യുക. അടുത്ത് ഡേറ്റ് ഓഫ് സബ്മിഷനാണ് കാണുന്നത്. അത് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നോളും. അതിനുശേഷം നമ്മൾ നോമിനിയുടെ കാര്യത്തിലേക്കാണ് എത്തിയത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു കാൻഡിഡേറ്റ് എബ്രോഡ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ നോർക്കയിൽ നിന്ന് എങ്ങനെ HRD ചെയ്തെടുക്കാമെന്നുള്ളത്. അപ്പോൾ ഒന്നുകിൽ കാൻഡിഡേറ്റ് വരണം, അതല്ലെന്നുണ്ടെങ്കിൽ കാൻഡിഡേറ്റിൻ്റെ ബ്ലഡ് റിലേറ്റീവ്സാണ് നോർക്കയിൽ വരേണ്ടത്. ഇവിടെ നമുക്ക് നോമിനി ആരാണോ വരുന്നത് അവരുടെ പേര്, അഡ്രസ്സ്, അവരുടെ റിലേഷൻ, കൊണ്ടുവരുന്ന IDയുടെ നമ്പർ, അതായത് റേഷൻ കാർഡ്, പാസ്പോർട്ട്, ഇലക്ഷൻ ID, ഇത് 3-ൽ ഏതെങ്കിലുമാണ് വേണ്ടത്. അതിൻ്റെ നമ്പർ കൊടുക്കുക. വരുമ്പോൾ അത് ഒറിജിനൽ കരുതുക. അതിനുശേഷം എഗ്രി കൊടുക്കുക, ടോക്കൺ എടുക്കുക. ടോക്കൺ എടുക്കുമ്പോൾ ഡേറ്റ് ആക്ടിവേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ 2 ദിവസം വെയിറ്റ് ചെയ്യുക. നോർക്കയിൽ നിന്ന് ഓഫീസിൽ നിന്ന് ഡേറ്റ് ആക്ടിവേറ്റ് ആക്കെങ്കിലേ നമ്മൾക്ക് ഡേറ്റ് വിസിബിൾ ആവുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോർക്ക രജിസ്ട്രേഷനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ വരുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ പ്രിൻ്റ് കയ്യിൽ വെക്കുക. പിന്നീട് ഇതിൽ ഏതെല്ലാം സർട്ടിഫിക്കറ്റാണോ നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്, അതായത് ഡിഗ്രിയാണ് ചെയ്യേണ്ടതെങ്കിൽ 10th, 12th, ഡിഗ്രി സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ മാർക്ക് ലിസ്റ്റുകളും ഒറിജിനൽ, 10th മുതൽ ഡിഗ്രി വരെ പഠിച്ച എല്ലാ സർട്ടിഫിക്കറ്റുകളും അതിൻ്റെ മാർക്ക് ലിസ്റ്റുകളും ഒറിജിനൽ കൈവയ്ക്കുക. നോർക്ക ഓൺലൈൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് അപ്ഡേറ്റ് ചെയ്ത് പ്രോസസ്സ് കൊടുക്കുമ്പോൾ എത്ര രൂപയാണ് ആവുന്നതെന്നുള്ളത് അതിനകത്ത് അവർ കാണിക്കും. ആ ക്യാഷും എല്ലാ ഒറിജിനൽ ഡോക്യുമെൻറ്റും ബ്ലഡ് റിലേറ്റീവ്സ് റിലേഷൻ പ്രൂഫുമായിട്ട് നോർക്കയിൽ 10 മണിക്ക് തന്നെ എത്തുക. നോർക്ക റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ എംബസിയുടെ കാര്യവും കേരളത്തിന് പുറത്ത് പഠിച്ച കുട്ടികൾക്ക് എങ്ങനെ നോർക്ക ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും എന്നെ വിളിക്കാം. എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.